ആ എന്താകാൻ ഞാൻ എത്തിയേക്കാം, നിങ്ങൾ സെറ്റാക്ക്. എടാ കടുവൊന്നും വരില്ലടാ. 2 മാസം മുന്നെയാണ് പുള്ളി വന്നിട്ട് പോയത്. ഇനിയിപ്പോൾ 6 മാസം കഴിഞ്ഞേ വരുള്ളൂ. അവിടെ എന്തോ മല ഇടിഞ്ഞ് വീണെന്നൊക്കെ അമ്മ പറയാനുണ്ടായി. ആ നിങ്ങൾ സെറ്റാക്ക്. അമ്മ ചായ ചായ. എന്താ പതിവില്ലാണ്ട് രക്കോ വെക്ക, കിളി പോലും ചിലക്കളില്ല. അമ്മ അമ്മേ അവളെ വീട് വരെ ഒന്ന് പോയേക്കോ. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. വാടാ, അതുവരെ നമുക്കിവിടെ കുറച്ച് പണിയുണ്ട്. എനിക്കിവിടെ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം ആ ചൂടുവെള്ളം കുടിച്ചിട്ട് അപ്പുറത്തേക്ക് യുവർ ടൈം സ്റ്റാർട്ട്സ്. ഫോൺ എന്തിനാ എനിക്ക്? ബാത്റൂമിൽ എന്തിനാണ് ഫോൺ? ഒരു പ്രഷർ വരാൻ വേണ്ടിട്ട്. എടാ മോനെ, നിന്റെയൊക്കെ പ്രായത്തില് വെറും പറമ്പിൽ ഞാൻ വെറുതെ പ്രഷർ വരുന്നുണ്ട്, ഞാൻ കയറിയേക്കട്ടെ. മിണ്ടല്ലേ എന്റെ പൊന്നെ, എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കാനും പറ്റൂല. എന്താ കഴിച്ചില്ലേ? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരുന്നല്ലേ ഉള്ളു, ഒന്ന് സെറ്റിലാട്ടാ. നീ ഗൾഫിൽ ജോലിക്കൊന്നും പോലല്ല പോയേക്കണം സെറ്റിൽ ആവാനായിട്ട്. വേഗം ഇറങ്ങിക്കേ, എന്നിട്ടെല്ലാം ഉണ്ടാക്കി കഴിക്കാൻ. അപ്പൊ ഒന്നും ഉണ്ടാക്കിട്ടില്ലേ? ഇല്ല, വന്നി കഴിക്കണോ? ഇതെന്താ ഇത്? അത് പുട്ട്. പുട്ടിന് പീരയില്ലേ? പറയാൻ മറന്നു, ചിരണ്ടാൻ മറന്നുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എടുത്ത് വെച്ചോട്ടാ. ചിരണ്ടി വെച്ചിട്ടുണ്ടെന്നാ? കൊള്ളാം. ഉണക്കപ്പൂട്ട് പച്ചപ്പീര്, നല്ല കോമ്പിനേഷൻ. അതെ, എന്താ എന്റെ പ്ലാൻ? കുഴപ്പമില്ല, കഴിച്ചു വെച്ചോ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് 8 വർഷമായി. കഴിക്കടാ. കൂടെ പഠിച്ചവന്മാരൊക്കെ സെറ്റിലായി, കല്യാണം കഴിഞ്ഞു. ഇവിടെ അടുത്തന്നെ ഇപ്പോഴും തെണ്ടിപ്പിള്ളേരുടെ കൂടെ കൊല കറങ്ങാൻ പോവാം. കാരണം നിനക്ക് ഈ ഫ്യൂച്ചറിനെ കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടോ? അച്ഛാ അതെ, ഞങ്ങള് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു യൂട്യൂബ് തുടങ്ങിയാൽ കൊള്ളാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. ട്യൂബ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇല്ലാത്ത പൈസ തുടങ്ങി എന്നെ പഠിപ്പിച്ചത്. അച്ഛാ അത് ആ ട്യൂബല്ല, ഇത് യൂട്യൂബ്. എന്ത് സാധനം? അത് വീഡിയോ ഒക്കെ ഇങ്ങനെ ഇടണം. എനിക്കറിയാൻ പാടാത്ത ഒരു പരിപാടി നീ ചെയ്യണ്ട, നിർത്തിക്കോ. എടാ ആദ്യം സ്വന്തമായിട്ടൊരു ജോലി മേടിക്കും. വെറുതെ സ്വന്തം തന്തയുടെ കാശ് കളയാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഇങ്ങനെ ഉളുപ്പില്ലാണ്ട്. എനിക്കൊരു പുട്ട് വേണ്ട. എനിക്കാണ് ഇത് മുഴുവനും കഴിച്ച് അവിടെ ഇരിക്കണ പാത്രവും കഴുകി പുറത്തേക്ക് വാ. പറിക്കാനുണ്ട് ഒരുപാട് പുല്ല്. പുല്ല് നിനക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. കാശ് കൊടുത്ത് ഓരോ പുല്ലും നട്ടുപിടിപ്പിക്കും, അവസാനം ഞാനിരുന്ന് പറിക്കണം ഇതൊക്കെ. എടാ എന്താണ് സ്വകാര്യം പറിച്ചില്ലേ? ഒന്നുമില്ല അച്ഛാ, ഇത് പറിക്കാതെ തന്നെ 3/4 മണിക്കൂർ എടുക്കും. ഇത് വേണാ? പറിക്കാം. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് സഹിക്കാൻ പറ്റാത്തത്. സ്വന്തം തന്തയെ കൊല്ലം കൊണ്ടല്ലോ. അല്ലെങ്കിൽ കേട്ടാർന്നാ? കേട്ട് അതിത് പറിക്കാന്ന് പറയണ. എടാ ഇത് ആരാടാ ഈ ഹൃദയഭാനു വിളിക്കണ്ടല്ലോ? ഹൃദയഭാനുവാ? അച്ഛാ ഹൃദയഭാനുവിന്റെ ഫ്രണ്ടാണ്. അച്ഛാ നമ്മുടെ ബബീഷില്ലേ, അവന്റെ ഇരട്ട പേരാണ് ഹൃദയഭാനു. എമർജൻസി ഒന്നും ഇല്ലാണ്ടാവും വിളിക്കില്ലേ വന്നേ. ഹലോ, എപ്പോ എന്നിട്ട്? എന്റെ ദൈവം, ഐസിയില്ല. എന്റെ പൊന്നെ, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയടാ? തവിട് വടിയാ, ടോട്ടൽ ലോസാ. ഐസിയില് ഞാൻ പെട്ടെന്ന് എത്താം. അച്ഛാ നമ്മുടെ ബബീഷ് ഞാൻ വിളിച്ചത്, അവൻ്റെ കൂട്ടുകാരന് ആക്സിഡൻ്റ് ആയിട്ട് ICUയിൽ അഡ്മിറ്റാണ്. ഇപ്പോൾ ബ്ലഡ് വേണമെന്നാണ് പറയണത്. ഞാൻ കുറച്ച് ബ്ലഡ് കൊടുത്തിട്ട് വരാം കേട്ടോ. പെട്ടെന്നൊരു ഐഡിയ തോന്നിയതാ. അല്ലെങ്കിലും ആരെങ്കിലും വിളിക്കുമ്പോഴത്തേനും പഴയ ഐഡിയ തോന്നുള്ളൂ. ഇവിടെ അല്ലേ പറിക്കണ്ട.
ബാക്കി അവിടെ പോയി പറയടാ പോടാ. ഗുഡായിപ്പായിട്ട് ഇറങ്ങിയേക്കണ. ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഞാൻ എന്താ ഇതിൻ്റെ ഇടയിൽ കൂടി വന്നോന്ന് അറിയാൻ പറ്റില്ലല്ലോ. കാലൻ പിന്നെ എന്ന് പറഞ്ഞു സതിർത്തിയോ കയറി വന്നേക്കൂടെ ചപ്പ് മാറി. ഇവിടെ പോടാ. നീ എന്താ ഫോണിൽ കൂടി പിച്ചുമ്പേ പറഞ്ഞോണ്ട് വെച്ചത്? നീ ഇപ്പൊ സാധനം എടുത്തിട്ട് വൈകുന്നേരം കളിക്കുന്ന സാധനമില്ല, കളിക്കലടാ കിടന്ന്. അച്ഛൻ 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 കടുവിനൊക്കെ നമുക്ക് ഒതുക്കാന്ന്. എന്റെ അച്ഛൻ വല്ല ആയിക്കോ, ഞാനല്ലേ. എന്ത് ചെയ്യണം? എന്തും ചെയ്യും. എടാ ഹൃദയഭാനു, ഇങ്ങേരിതെപ്പോ വന്നടാ? എനിക്കറിയാൻ പാടില്ലടാ. ഞാനും ഒന്ന് നേരം വെളുത്തപ്പോ ഇങ്ങേരുടെ മുഖം കണ്ടത്. നിനക്ക് ആ ഫോൺ വിളിച്ചപ്പോഴെങ്കിലും ഒന്നും പറയാൻ പാടില്ലായിരുന്നു എന്നോട്. പിന്നെ ഞാൻ എന്ത് തേങ്ങയാണ് നിന്റെ അടുത്ത് പറഞ്ഞത്? നിനക്ക് മനസ്സിലാകാത്ത എന്റെ കുഴപ്പമാണോ? എനിക്ക് പാപ്പ അങ്ങോട്ട് കത്തിയില്ല. ആണോ? അന്ന് അനുഭവിച്ചു. Excuse me, anyone here? എടാ ഒരു ചിക്ക്. Hi. Hi. Actually, I am facing some significant issue and my phone unexpectedly powered off. I have just arrived at my friend's home for gathering. She already sent me the location, but I am very unfamiliar with this place. So could you please assist me to locating her? നീ ഈ വീഡിയോടൊക്കെ വല്ല ഇംഗ്ലീഷിന്റെ ആഡ് വല്ലതും കൊടുത്തായിരുന്നു? ഇല്ല. പിന്നെ ഇത് ഏതാണ് ഇംഗ്ലീഷ് പറയുന്ന മാതാമ? How do I know? Guys, do you have any problem? No. അച്ഛാ വേണ്ട, ഇത് ഇംഗ്ലീഷാണ്. വേണ്ട, മാറിക്ക് നാണം കടല്ലേ. ഇഷ്യൂ വാട്ട്സ് ദി ഇഷ്യൂ? മേ ഐ ഹെൽപ്പ് യു? നമ്മൾ ഈ സീനിലില്ലെന്ന് തോന്നുന്നത്. അങ്കിൾ മലയാളിയാണോ? അതെ, എങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് പെൺപിള്ളേർ വരാത്തതാണ്. ഇതിപ്പോ എവിടെ നിന്ന് ഹീറോ വന്നത്? നീയാണെങ്കിൽ മറ്റേ പെണ്ണുങ്ങളെ ചാറ്റ് ചെയ്യുന്നവരോടെയുള്ള നീ കണ്ട ഡയലോഗ് പറഞ്ഞ് ഹീറോ ആകാൻ പറയുന്ന നല്ല അവസരം ചെയ്യുന്നില്ല ഇത്. എടാ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഉള്ളിൽ നിന്നങ്ങോട്ട് വരാത്തതുകൊണ്ട് പറ്റുണ്ടായിരുന്നില്ല. കാരണം തുപ്പാനും പറ്റിയില്ല. അതിൻ്റെ ഇടക്ക് അങ്ങനെ ഒന്ന് ഷോയും കാണിച്ച്. ആര്? കടുവേ? എന്റെ പൊന്നെ, ഈ കടുവെന്ന് പറയല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ അറിയാണ്ട് കടുവെന്ന് പറഞ്ഞ അമ്മ എന്നെ അരിക്കയിൽ കൊണ്ടാണ് എറിഞ്ഞത്. മൂക്കിൻ്റെ അറ്റത്തൂടെയാ പോയത്. ജസ്റ്റ് മിസ്. ഭാഗ്യം. ആ പണി ഇത് അവിടെ 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 എൻ്റെ മോളെ, ഈ അറിയാൻ പാടില്ലാത്ത സ്ഥലത്ത് കൂടി ഒറ്റക്ക് കിടക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ? ഇവിടെ കുറെ അലവലാതി പിള്ളേരുണ്ട്. നീ ഒരെണ്ണത്തിനേയും വീട്ടിൽ കെട്ടാൻ കൊള്ളൂല്ല. നോക്കിയും കണ്ട് നടക്ക് കേട്ടാ. Oh, thank you, uncle. See you. Okay. അടുത്ത പണി. അപ്പൊ ഇനി അപ്പനും മോനോട് എന്താന്ന് വെച്ചാൽ ചെയ്തു. ഇതാ എന്റെ രാജികത്ത്. ഞാൻ പോണേ. എനിക്കോ അങ്ങോട്ട് പോലെ അവിടെ പട്ടി അടിക്കും. പട്ടി കടുവ അടിക്കണമെന്നല്ലേ പട്ടി പോടാ അവിടെ. കടിച്ച് എന്തിടാ? അവൻ പോയി. നന്നായിരിക്കും. എനിക്കിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതെ, എന്റെ പൊന്നച്ച, ഉപദേശമാണെങ്കിൽ വേണ്ട. കേട്ട് മടുത്ത്. ഇതെന്ത് സാധനം? നല്ല നാടൻ വാറ്റാണ്. അച്ഛൻ ഫോറസ്റ്റിലായതിന്റെ ഉപകാരം മക്കൾക്ക് ഉണ്ടാവണ്ടേ? അല്ല, അച്ഛനടിക്കോ? അല്ല അച്ഛ, ഞാനടിക്കില്ലട്ടാ. ഞാൻ നിന്റെ തന്തയാണെന്നുള്ള കാര്യം നീ മറക്കരുത് കേട്ടല്ലോ. പിന്നെ ഇതേ നല്ല സ്പെഷ്യൽ സാധനമാണ്. അച്ഛൻ ഫോറസ്റ്റ് ഓഫീസർ ആയതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ അച്ഛനായിട്ട് കൊണ്ടാക്കി തന്നതാ. നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ അല്ല, ഞാൻ അടിച്ചോളാം. സംഭവം എന്താ വെച്ചാലേ, ഇങ്ങനൊരു സീൻ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും അല്ല. അത് വിടും. മുട്ടിക്ക് കഴിച്ച മദ്യത്തിന്റെ വീര്യം അറിയാണ്ട് രണ്ടാമത് കഴിക്കരുത്. ഓക്കെ, വെയിറ്റ് ചെയ്യും. ഓക്കെ. ഇത്ര നാളുണ്ടായിട്ടും അച്ഛൻ ഇപ്പോഴാണ് ഇതൊക്കെ തോന്നിയത്. എടാ, ആ ഒരു മോനും എൻ്റെ അച്ഛൻ്റെ കൈ കൊണ്ട് കറക്റ്റാണല്ലോ. ഒരു മോനും എൻ്റെ അച്ഛൻ്റെ കൈ കൊണ്ട് പിഴയ്ക്കരുത്. ഓക്കെ. നീ പിഴയ്ക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തു. നീ പിഴച്ചു, ഞാൻ ഒഴിച്ചു. അച്ഛാ, ഇത്രയും മഹാനായ അച്ഛനാണ് എന്നെ എപ്പോഴും ഉപദേശിക്കുന്നത്.
എടാ ആ അച്ഛന്മാർ ഡ്യൂട്ടിയാണ് മക്കളെ കാണുമ്പോ ഉപദേശിക്കുക എന്നുള്ളത്. ഓക്കെ, അത് എടുക്കണോ വേണ്ടെന്നുള്ളത് നിന്റെ ഇഷ്ടം. എടുക്കണ. നാളെ പറയരുതൊന്നും പണഞ്ഞില്ലല്ലോ എന്ന്. ഓക്കെ. പിന്നെ നിനക്ക് എന്റെ തന്തയുടെ അതേ മുഖച്ചായാണ്. ആ പരട്ടക്കളവ കാരണമാണ് ഞാൻ ഈ പരുവ്. അതുകൊണ്ട് നിന്നെ കാണുമ്പോ എനിക്ക് ചൊറിയാൻ തോന്നൂല. ഇനിയും ചൊറിയും. എന്താണ് അപ്പാപ്പനോട് ഇത്ര ദേഷ്യം? എടാ ആ നിനക്കറിയോ? ഇല്ല, പറ. ഞാനൊരു കാലം വരെ നന്നായിട്ട് പാടുമായിരുന്നു. ഓ, ഒരു വലിയ പാട്ടുകാരനാകാനായിരുന്നു എന്റെ ആഗ്രഹം. ഓ, ആ മോഹമായിട്ട് ഞാൻ എന്റെ തന്തയുടെ അടുത്ത് ചെന്ന്. അപ്പൊ ആ കള്ളക്കളവും എന്നെ കാട്ടിലേക്ക് അയച്ച്. കാട്ടിലേക്കോ? ആ, ഞാനങ്ങനെ ഫോറസ്റ്റ് ഓഫീസറായി. ഓ, ഇപ്പൊ എന്റെ പാട്ട് മുഴുവൻ കേൾക്കാനിരിക്കണ കൊണ്ട് ആന, കുറുക്കനും കുറെ കാട്ടുമാക്കാനും എന്റെ പാട്ട് കേൾക്കാൻ ആരുമില്ല. അച്ഛൻ പാട്, ഞാൻ കേക്കാം. അച്ഛൻ പാട്, ഞാൻ കേക്കാം. നിങ്ങോട്ട് പാടറോ? ശരിയോ? താൻ പാടറോ? എന്നാ ശരി, പാടാം. കൺമണി അമ്പോട് കാതലെടുത്തും കടിതമേ. ഓ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാണ് ഇങ്ക സൗഖ്യമേ. ഓ, താങ്ക്സ്. അച്ഛ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. അച്ഛൻ്റെ അപ്പം എടുത്ത തീരുമാനം വളരെ കറക്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ്. അച്ഛൻ്റെ പാട്ട് വളരെ ബോർ. ആ ആനയൊക്കെ എങ്ങനെയാണ് അച്ഛാ കാട്ടിൽ താമസിക്കണത്? നീ എന്തിനാണ് അറിയണം? നിന്നോട് പാട്ട് പാടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അച്ഛാ, പാട്ടല്ല, എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ്. അയ്യോ, തേപ്പതാണ്. ഞാനില്ല, എനിക്ക് വയ്യ. എനിക്ക് തേപ്പല്ല, നമ്മുടെ വീടിന്റെ അപ്പുറത്തൊരു ശാരദ ചേച്ചി ഇല്ല, വളവിന്റെ അവിടെ ഉള്ള. ശാരദക്ക് നിന്റെ അമ്മയുടെ പ്രായമുണ്ട് കേട്ടോ. പക്ഷെ എന്റെ അമ്മയല്ലല്ലോ മോനെ, അതൊന്നും ശരിയല്ല. അച്ഛ, ശാരദയുടെ മോള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോളെന്ന് പറയുന്ന മൂത്ത മോള് നടക്കൂല അച്ഛ. നടക്കാത്തത് ഇളയ മോളാണ്. മൂത്ത മോളായിട്ട് ഒരു പരിപാടി നടക്കത്തില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കത്തില്ല. നോ ദ റീസൺ? ഇല്ല, പറയത്തില്ല. അതൊന്നും അറിയേണ്ട കാര്യമില്ല. പ്ലീസ് എക്സ്പ്ലെയിൻ. പറ അച്ഛ, എന്താ കാര്യം? നിനക്ക് ഇത്ര ആഗ്രഹം എന്താ കൊച്ചിനോട്? ഞാൻ സമ്മതിക്കത്തില്ല. ഇനിയിപ്പോ അത്ര ആവശ്യമാണ് നിനക്ക്. അത്ര ആഗ്രഹം. എന്നാ നീ ഒരു പണി, നീ അവളെ വിളിച്ചിട്ട് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കാം, എന്നിട്ട് ഞാൻ ആലോചിക്കാം. Give me the phone. ഹലോ രുക്കു, എടി നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര? ഓക്കെ. അച്ഛാ, 1992 മാർച്ച് 10. 1992 മാർച്ച് 10. കുഴപ്പമില്ല. നീ കെട്ടിക്കോ. നിന്റെ കല്യാണം ഞാൻ നടത്തി തരും. മുമ്പില് നിന്റെ അമ്മ സമ്മതിച്ചില്ല, ഞാൻ നടത്തി തരും. ഇപ്പൊ കുഴപ്പമില്ല. ഇല്ല, അന്ന് എന്റെ റൈഡുണ്ടായിരുന്നു. അല്ലെന്ന് നീ നിനക്ക് കല്യാണം കഴിച്ചാ പോരാ? മതി, ഞാൻ നടത്തി തരും. ഓക്കെ, താങ്ക് യു അച്ഛാ. അവിടെ അങ്ങോട്ട് കൊണ്ടേ നടന്നു നോക്കോളൂ കേട്ടോ. 2 ദിവസം ഒന്നും പറഞ്ഞു വന്ന ഇപ്പൊ ഒരാഴ്ചയില്ല അച്ഛാ. അമ്മ എന്തായാലും ഇന്ന് വരുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യം പറഞ്ഞേക്കാം അമ്മ എടുത്ത്. കാരണം കുറ്റി അടിച്ചാൻ പൊട്ടിക്കും. എല്ലാം പഴയപോലെ മതി. അച്ഛൻ മകൻ കേട്ടല്ല. അല്ല, മറ്റേ മൂത്ത മോളല്ലേ കേട്ടാ. പിന്നെ അച്ഛൻ ഈ താടിയൊക്കെ ഒന്ന് അടിച്ചിട്ട് പോക്കൂടെ? ഓഫീസിലേക്ക് പോകണല്ലേ. ആ കാട്ടിൽ ആരെ കാണിക്കണം? നിങ്ങൾക്ക് വല്ല മൾട്ടിപ്പിൾ ഡോൾ പേഴ്സണാലിറ്റി എന്തെങ്കിലും അസുഖം? ഏയ്